അപ്പോൾ മച്ചന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഇരിട്ടിയിലുള്ള കാലാങ്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ കുറേ നാളായിട്ട് കാലാങ്കിലോട്ട് പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാനും റീജസും കൂടിയാണ് ഇന്ന് കാലാങ്കിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വഴിയെ കാണാം. അപ്പോൾ റോഡിലൂടെ വന്നപ്പോഴേ നല്ലൊരു അരുവിയും വെള്ളച്ചാട്ടമൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഇതും കൂടെ കണ്ട് ഷൂട്ട് ചെയ്തിട്ട് പോവാം. സ്ഥലമാണ്. വിക്സൂട്ടായി വേണ്ട. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് റിയാസേ? പൊളി. പൊളി പൊളി. കാലാങ്കി എത്തിയില്ല, നമ്മൾ കാലാങ്കി എത്താൻ പോകുന്നേ ഉള്ളൂ. കാലാങ്കി എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ കാലാങ്കി എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. കുറച്ച് ഓഫ് റോഡ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം എന്താണ് വഴിയെന്ന്. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്, എനിക്കറിയില്ല. ഇതുവരെയുള്ള നമ്മുടെ വഴിയിൽ ടാറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓഫ് റോഡാണ് പോകേണ്ടത് കേട്ടോ. ഓഫ് റോഡ് കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു കയറ്റമൊക്കെ ഓഫ് റോഡ് കയറാനുണ്ടെന്ന് തോന്നുന്നു. ഈ വഴിയാണ് നമുക്ക് ഇനി പോകേണ്ടത്. ഇതൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ കാലങ്കിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലമാണ്. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട്, നമുക്ക് പോയി നോക്കാം. അവിടെ എത്തിയിട്ട് കാണാം. ഇനി കാലാങ്കി വ്യൂ പോയിൻ്റ് അങ്ങോട്ട്, കാലാങ്കി ടോപ്പ് സ്റ്റേഷൻ മുകളിലോട്ട്. നമ്മൾ ആദ്യം എങ്ങോട്ട് പോവാം? നമുക്ക് വ്യൂ പോയിന്റില്ല, വ്യൂ പോയിന്റിൽ ആദ്യം പോവാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം വ്യൂ പോയിന്റിലോട്ട് പോവാം. വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കാണാം കേട്ടോ. എന്നിട്ട് ടോപ്പ് സ്റ്റേഷനിൽ പോകും. ഇവിടെ ഉച്ചയ്ക്കൊന്നും വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്കും ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ രാവിലെ വന്നിട്ടാണ് ഇവിടെ എന്തെങ്കിലും കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ രാവിലെയാണ് വരേണ്ടത്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ വന്നാലാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവുക. പക്ഷെ എന്നാലും ഇവിടെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വന്ന് നിൽക്കാനൊക്കെ. അവിടെ കാണുന്നതാണ് നമ്മൾ വന്ന വഴി, റോഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ടോപ്പ് വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇനി പ്രത്യേകിച്ച് എന്നിട്ട് കാണാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം ഇന്ന് നമ്മളിപ്പോൾ വന്നത് ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ വെയിലാണ്. ഇപ്പോൾ 3 മണി 3:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ വെയിലാണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ വരണമെങ്കിൽ എന്തായാലും ഒരു 4 മണി 5 മണിയൊക്കെ കഴിയും. എന്നാലേ പിന്നെ ഒരു തണുപ്പ് വരുള്ളൂ. ഈ വെയിലൊക്കെ പോയിട്ട് ക്ലൈമറ്റൊക്കെ ഒന്ന് നേരെയായി വരുള്ളൂ. നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. അപ്പുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം.
അവസാനം നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. നിങ്ങൾ വേറെ ആരോടും പറയണ്ട. കർണാടക സർക്കാർ ഈ ഇലക്ട്രിക് ലൈൻ വെച്ചിട്ട് പ്രൊഹിബിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ കെട്ടിയടച്ച സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹിൽ ടോപ്പിൻ്റെ വ്യൂ. അപ്പോൾ ഇതിലൂടെ വരുന്നവർ ആലോചിച്ചുള്ളൂ, ഇത് ഇലക്ട്രിക്കിൻ്റെ വയറാണ്, ഇലക്ട്രിക്കിൻ്റെ എന്നാണ് കമ്പി വലി. ഇതിൽ കറണ്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരു വടി വെച്ച് നിങ്ങൾ പൊക്കിയിട്ടാണ് നിങ്ങൾ അകത്തോട്ട് കിടക്കുന്നത്. ഇവിടെയാണ് നിങ്ങളെല്ലാവരും ആൾക്കാരൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്ന പിക്ചേഴ്സൊക്കെ ഇവിടെ നിന്നെടുത്ത പിക്ചേഴ്സാണ് കേട്ടോ. ഇതൊരു ഒന്നൊന്നര വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഒന്നുമല്ല. അപ്പോൾ ഏതാണ് കർണാടക? ഈ കാണുന്നതൊക്കെ കർണാടകയാണ് കേട്ടോ. ഈ താഴെ കാണുന്ന ഈ സാധനം, ഇത് കാടുകളൊക്കെ കർണാടകയുടെ ഫോറസ്റ്റ് റേഞ്ചിൽ പെടുന്ന വനങ്ങളാണ്. നമ്മുടെ കർണാടക മാക്കൂട്ടം ചുരം വഴിയൊക്കെ കയറി പോകുമ്പോൾ നമ്മൾ കാണുന്ന തേയിലത്തോട്ടം അതൊക്കെ അവിടെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അത്യാവശ്യം ഫോഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ആരുമില്ല കേട്ടോ, ഞാനും റിയേഴ്സും മാത്രം. സമാധാനം നൻപാ. ഈ ഒരു സമയത്ത് ഇപ്പം ഇവരുടെ പ്രൊഹിബിഷനൊക്കെ നീങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? പ്രൊഹിബിറ്റഡ് ആയിരുന്നു. കർണാടക സർക്കാർ പ്രൊഹിബിറ്റ് ചെയ്ത്, അല്ലാതെ ഈ കാലാങ്കിക്കാർ കൊറോണ സമയത്ത് ആളുകളുടെ അടുത്ത് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്, ആ നിയന്ത്രണങ്ങളൊക്കെ ഇപ്പം മാറിയെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ആളുകളായിട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ, ശല്യം ചെയ്യാത്ത രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മച്ചാമാരെ, സ്ഥലം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സ്ഥലം കുഴപ്പമില്ല, ഒരു വെറൈറ്റി ഉണ്ട്. കർണാടക വന്നിരുന്ന് നമുക്ക് കേരളത്തിന്റെ കുറെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വെറൈറ്റിയാണ് സ്ഥലം. ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ പൈതൽമല, പാലക്കൻതട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്. അത്യാവശ്യം കാണാൻ നല്ലൊരു മലമൂടി, നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ. പക്ഷെ കുറച്ചുകൂടി നമുക്ക് തോന്നുന്നത് മഴക്കാലത്തെ അല്ലെങ്കിൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് കുറച്ചും കൂടി നമുക്ക് നല്ല ഒരു അനുഭവമായിരിക്കും. അപ്പൊ നിങ്ങൾ എവിടെയാണ് സ്ഥലം? എവിടെയാണ് നിങ്ങളുടെ? ഞങ്ങള് പയ്യാവൂർ എന്ന് പറയും. പയ്യാവൂർ അടുത്ത് തന്നെയാണ്. എന്താ പേരെന്താ നിങ്ങളുടെ എല്ലാവരുടെയും? എൻ്റെ പേര് അമൽ. എൻ്റെ പേര് ജുബിൻ. ആൽബിൻ. നല്ല അടിപൊളി പയ്യന്മാരാണ് കേട്ടോ. കമ്പനിയാണ് എല്ലാവരും, നല്ല ജോലിയാണ്. അപ്പോൾ ഇനി അവന്മാർ താഴോട്ട് പോയിട്ടുണ്ട് വ്യൂ പോയിന്റിൽ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി അവർ. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ഒന്ന് പോയിട്ട് വരാം. സൺസെറ്റ് കാണുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് നേരത്തെ തിരിച്ചു പോകണം. അതുകൊണ്ട് സൺസെറ്റ് കണ്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. കാരണം സമയം 4 മണിയൊക്കെ കഴിഞ്ഞു, 4:30 കഴിഞ്ഞു, 5 മണി ആവാറായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത് 5 മണിക്ക് ശേഷമാണ്. 4:30 5 മണി മുതലുള്ള സമയത്താണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമുക്ക് ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും നേരം നിൽക്കുന്നില്ല, നമ്മൾ കുറച്ച് നേരത്തെ പോവുകയാണ്. വഴിയൊക്കെ നല്ല സെറ്റ് വഴിയാണ് കേട്ടോ. എന്തായാലും നല്ല സുഖമുള്ള വഴിയാണ് നടക്കാൻ. കർണാടകക്കാരുടെ ഈ ചെയ്ത്താണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, ബാക്കിയൊന്നും കുഴപ്പമില്ല.
നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ടാറ്റാ.